ഹലോ, എല്ലാവർക്കും ക്ലൗഡ് കിച്ചൻ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് പൂച്ചപ്പം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പൂച്ചേനെ കൊന്നിട്ടൊന്നുമല്ല കേട്ടോ പൂച്ചപ്പം ഉണ്ടാക്കുന്നത്. ഇത് ചക്ക വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ചക്കപ്പഴം വരട്ടി ഉണ്ടാക്കുന്ന ഒരു പലഹാരം. നമുക്ക് ആദ്യം തന്നെ ചക്കപ്പഴം വരട്ടിയെടുക്കണം. ഇത് ഞാൻ വരിക്കച്ചക്കയുടെ ഒരു അരച്ചക്ക എടുത്തിട്ടുണ്ട്, ചെറിയ ചക്ക കേട്ടോ. ചക്ക വരട്ടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും മെയിൻ ടാസ്ക്. ഈ ചക്ക ഇങ്ങനെ ഒന്ന് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഇതിനകത്തുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നന്നായിട്ട് ഇപ്പം വെന്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സെയിം ടൈമിൽ ഞാൻ ഒരു 2 കപ്പ് റവ എടുത്തിട്ട് അതും കൂടെ ഒന്ന് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പണി ഒരുമിച്ച് കഴിഞ്ഞോളൂല്ലോ. ചക്ക വരട്ടാൻ ഒത്തിരി സമയം എടുക്കും, അതുകൊണ്ടാണ്. നന്നായിട്ട് ഇങ്ങനെ വരട്ടി, നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കില്ല, അലുവയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല ഇങ്ങനെ വരട്ടി പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരണം. അതുപോലെ നമ്മൾ നന്നായിട്ട് എത്രത്തോളം വരട്ടിയെടുക്കുന്നോ അത്ര ടേസ്റ്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചക്കപ്പഴത്തിന് ഒരുവിധം മധുരം ഉണ്ടാവും, അതുകൊണ്ട് നമ്മുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക. എനിക്കാണെങ്കിൽ ഒത്തിരി മധുരമൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര ഇടുന്നുള്ളൂ. ഇങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് വരട്ടി അതിൻ്റെ അത് കുറച്ച് ഏലക്കയും ജീരകം ഇടിച്ചതും ഒക്കെ കൂടി ഇട്ട് വരട്ടിയിട്ട് നമ്മളിങ്ങനെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചക്ക ഇല്ലാത്ത കാലത്തും ഈ ചക്ക വരട്ടിയത് തിന്നാൻ പറ്റും. ഇങ്ങനെ ഇത്രയും ചെയ്തിട്ട് അതിലും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെക്കാൻ കൊള്ളാം കേട്ടോ. നമുക്ക് വേണം ബ്രെഡിൻ്റെ കൂടി അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയല്ല, ജീരകം ചതച്ചതും കുറച്ച് ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്ത് ഇടണം, തേങ്ങ കൊത്ത് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി തേങ്ങാക്കൊത്ത്, കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വറുത്ത് ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതെടുത്ത് അതിലേക്ക് ഇടാം. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കല്ല, കരിഞ്ഞു പോവും. തേങ്ങ കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അല്ല, ഏത് സാധനവും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ലല്ലോ. ഇപ്പം ഏകദേശം അത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തേങ്ങാക്കൊത്ത് നമുക്ക് ചക്ക വരട്ടീൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചക്ക ഒന്ന് നന്നായിട്ടൊന്ന് ഇപ്പോൾ കുറച്ച് നന്നായിട്ട് വരട്ടി നല്ല ഒരുവിധം പാകത്തിനായിട്ടുണ്ട്. ഇങ്ങനെ ആവുന്ന സമയത്ത് ചക്ക ഇത് ഇളക്കാൻ ഇച്ചിരി പാടാണ്, കുറച്ച് കഷ്ടപ്പാടാണ്. ഇങ്ങനെ ഇളക്കി കുറച്ച് നേരം ഇളക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്, തേങ്ങ ചിരവിയത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ചക്കപ്പഴം വരട്ടൽ പരിപാടി ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചക്ക വരട്ടി ആ പാത്രത്തിൽ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിരുന്നു. തണുക്കാൻ വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് റവ ഇട്ടിട്ട് ഇളക്കാനുള്ളതാണ്. അപ്പോൾ റവ ഞാൻ 2 കപ്പ് എടുത്ത് വറുത്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് പാകത്തിന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഒത്തിരി കട്ടിയാവാത്ത രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കണം. റവ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ മിക്സില്ലേ, ഈ മിക്സ് കട്ടിയാവും. അപ്പോൾ കട്ടി ഒത്തിരി ആവാൻ പാടില്ല, എന്നാൽ കുറച്ചാവുകയും വേണം. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എടനയിലയാണ്. ഈ എടനയില ചെറിയൊരു കുമ്പിള് പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ കൂട്ട് ഇട്ടിട്ട് അതിങ്ങനെ കുമ്പിളിങ്ങനെ അടച്ചു വെക്കണം. അങ്ങനെ എല്ലാം ഇതുപോലെ എടനയിലയുടെ കുമ്പിളിൻ്റെ അകത്ത് ആക്കണം. ഈ കൂട്ട് ഞാൻ ചുമ്മാ തിന്നും, അങ്ങനെ തിന്നാനും കൊള്ളാം.
പക്ഷെ അങ്ങനെ ഒത്തിരി തിന്നരുത് കേട്ടോ. ഈ റവ വേവാത്തതുകൊണ്ട്, റവ ജസ്റ്റ് വറുത്തിട്ടല്ലേ ഉള്ളൂ, അങ്ങനെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവില്ല വയറിന് അസുഖം പിടിച്ച് കഴിഞ്ഞാൽ എന്നൊന്നും പറയരുത്. പക്ഷേ എനിക്കിത് ചിരിശിയൊക്കെ ഇങ്ങനെ വെറുതെ ഇതിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫുള്ള് കുമ്പിളിൻ്റെ അകത്ത് ആക്കി ഇതിങ്ങനെ നന്നായിട്ട് ലോക്ക് ചെയ്ത് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഈ ഇടനയിലേക്കുള്ളൊരു ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അപ്പത്തിലേക്ക് നന്നായിട്ട് കിട്ടും. ഈ പൂച്ചപ്പം എന്ന് അല്ല, വേണമെങ്കിൽ നമ്മൾ ഇതിനെ കുമ്പിളപ്പം എന്നും പറയാറുണ്ട്, പിന്നെ ചക്ക അട എന്ന് പറയാറുണ്ട് ചിലയിടത്ത്. ഞങ്ങളിതിനെ പൂച്ചപ്പം എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ പൂച്ചപ്പം എന്ന് വിളിക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കുമ്പിള് കുത്തി ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് നിറച്ച് ലോക്ക് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിത്തട്ടിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് തട്ട് വെച്ച് അതിൻ്റെ അകത്തേക്ക് ഈ പൂച്ചപ്പത്തിന് വെച്ച് കൊടുക്കാം. ഇതെല്ലാം വെച്ച് കൊടുത്തു, എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. ഇനി നന്നായിട്ട് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പൂച്ചപ്പം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ആ ഇലയുടെ ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ അപ്പത്തിൻ്റെ അകത്തേക്കൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ മെത്തേഡിൽ. ചിലതിൻ്റെ അകത്ത് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കും, മാവ് പൊടി ഇട്ടുണ്ടാക്കും. പക്ഷേ എനിക്കിതിൻ്റെ അകത്ത് റവ ഇട്ട് ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. ചക്ക വരട്ടി ഉണ്ടാക്കണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.